നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീരകർഷകരെ ഭീതിയിലാഴ്ത്തി കുളമ്പ് രോഗം പടരുന്നു. അന്തിക്കാട് മണലൂർ മേഖലകളിൽ 12ഓളം കന്നുകാലികൾ ചത്തൊടുങ്ങി. അനിശ്ചിതകാല സമരം നടത്തുന്ന കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പിനെത്തി. വെള്ളാനിക്കോൾ പടവിൽ സൌജന്യ വൈദ്യുതിക്ക് അംഗീകാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി പടവ് സെക്രട്ടറി. വാദം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. വാർത്തകൾ വിശദമായി. കുളമ്പ് രോഗം മൂലം മണലൂർ, അന്തിക്കാട്, എളവള്ളി, ചാഴൂർ പഞ്ചായത്തുകളിൽ കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു. ഇത് ക്ഷീരകർഷകർക്കിടയിൽ ഭീതി പരത്തുകയാണ്. എളവള്ളിയിലെ വാഗയിൽ കുളമ്പ് രോഗം ബാധിച്ച കുന്നത്തുള്ളി ശോഭന, തൈവളപ്പിൽ ജയരാമൻ, ഉഷ എന്നിവരുടെ പശുക്കളാണ് കഴിഞ്ഞ ദിവസം ചത്തത്. ഈ രോഗം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് മരുന്നുകൾ പനിയുടെ മരുന്നാണ് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുളമ്പ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മാറിയ സമയത്താണ് ഈ രോഗം പശു ചാവുന്നത്. അതൊരു കൊല്ലടപ്പൻ്റെ ഒരു രൂപത്തിലുള്ള എന്നാണ് പറയുന്നത്. കാട്ടിലേക്ക് ഇതിൻ്റെ അണുക്കൾ കയറിയിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നത്. നിങ്ങളുടെ എത്ര പശു? 2 പശുക്കൾ ഇപ്പോൾ ചത്തു. 4 മൊത്തം. ഇതിൽ 1.5 വയസ്സുള്ള കിടാരിയും ഉൾപ്പെടും. 40ഓളം കന്നുകാലികൾക്ക് കുളമ്പ് രോഗം ബാധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം വെളുത്തേടത്ത് പറമ്പിൽ മോഹനന്റെ 2 മൂരിക്കുട്ടികളും ഒരു കറവ പശുവും രോഗം ബാധിച്ച് ചത്തു. വലയിൽ കൊച്ചുമോന്റെ മൂരിക്കുട്ടിയും അന്തിക്കാട് പാന്തോട് പാടൂർ വീട്ടിൽ രാമദാസിന്റെ 2 വയസ്സുള്ള പശുവുമാണ് കഴിഞ്ഞ ദിവസം കുളമ്പ് രോഗത്തെ തുടർന്ന് ചത്തത്. മണലൂർ ഗാന്ധി ശതാബ്ദി റോഡിൽ അരിമ്പൂർ വീട്ടിൽ ഡേവീസിന്റെ 3 ദിവസത്തിനുള്ളിൽ ഗർഭിണികളായ 2 പശുക്കളാണ് ചത്തത്. അന്തിക്കാട് സ്വദേശികളായ തിലകൻ, നമ്പ്യാത്ത് കൃഷ്ണൻ പഴങ്ങാപ്പറമ്പിൽ, നൌഷാദ് പുതുമനക്കര എന്നിവരുടെ കന്നുകാലികളും കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. ഇതിനു പുറമെ നിരവധി കന്നുകാലികൾക്ക് രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അന്തിക്കാട് 30ഉം മണലൂരിൽ 170ഉം ചാഴൂർ, താന്യം, കാട്ടൂർ, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുളമ്പ് രോഗത്തോടൊപ്പം കുരലടപ്പം എന്ന രോഗം കൂടി കന്നുകാലികൾക്ക് പിടിപെടുന്നതായും ഈ വൈറസ് ഹൃദ്രോഗത്തിന് കാരണമായിട്ടാണ് നിരവധി കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതുമെന്നാണ് അന്തിക്കാട് വെറ്റിനറി സീനിയർ TI മോഹൻ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തൃശൂർ ജില്ലയിലെ 60% പഞ്ചായത്തുകളിൽ കുളമ്പ് കേട് കാര്യമായി ബാധിച്ചു കാണുന്നുണ്ട്. തീരദേശത്തുള്ള പഞ്ചായത്തുകൾ കുളമ്പ് കേടിന്റെ ആക്രമണം കുറവായിരുന്നു. പക്ഷേ അവിടെയും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭീകരമായി കുളമ്പ് കേട് ബാധിച്ചു കാണുന്നുണ്ട്. അന്തിക്കാട് പഞ്ചായത്തിന്റെ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 20നും 30നും ഇടയ്ക്കുള്ള വീടുകളിൽ പശുക്കൾക്ക് കുളമ്പ് കേട് ബാധിച്ചു കാണുന്നു. ഇതിനോടൊപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുളമ്പ് കേടിനൊപ്പം ഹെമറാജിക് സെപ്റ്റിസിമിയ എന്ന് പറയുന്ന കുരളപ്പൻ എന്ന് പറയുന്ന അസുഖം കൂടി ബാധിക്കുന്നതുകൊണ്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ രോഗബാധ കൂടുതൽ തീവ്രമായി കാണുന്നത്. ഇതിനിടയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളതായിട്ട് നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിൽ 4 പശുക്കൾ ചത്തുപോയിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും പിന്നെ കുളമ്പ് കേട് ബാധിച്ച പശുക്കൾക്ക് സാമ്പത്തിക സഹായം തീറ്റ രൂപത്തിൽ കൊടുക്കുന്നതിനും സർക്കാർ തലത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രിയും ചെയ്തു വരുന്നുണ്ട്. കുളമ്പ് കേട് ബാധിച്ച് ചത്ത പശുക്കൾക്ക് 20,000 രൂപയുടെ മാക്സിമം 20,000 രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും. തണുത്ത കാറ്റിൽ രോഗം പടർന്നു പിടിക്കുമെന്നും കനത്ത ചൂടിൽ രോഗാണുക്കൾ ചത്തൊടുങ്ങുമെന്നും ഡോക്ടർ പറയുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത കന്നുകാലികൾ പോലും ചത്തൊടുങ്ങിയതോടെ പ്രതിരോധ മരുന്നുകളുടെ ഗുണമേന്മയെക്കുറിച്ചും സംശയം ഉയർന്നിട്ടുണ്ട്. പ്രതിരോധ നടപടികൾക്ക് പോലും കുളമ്പ് രോഗം തടയാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ക്ഷീരകർഷകരെ ഭീതിയിൽ നിന്നും കടുത്ത നഷ്ടത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. അമിത വേഗതയിൽ വന്ന ടിപ്പർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് സമീപം വെച്ച് വ്യാഴാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കരിങ്കല്ല് കയറ്റി വരികയായിരുന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പുത്തൂർ സ്വദേശി സലേഷിനെ ചെറിയ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിൽ വരികയായിരുന്ന ടിപ്പറിനെ സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ടിപ്പറിന്റെ നിയന്ത്രണം വിട്ടായിരുന്നു അപകടം. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഹൈക്കോടതി നിയമിച്ച കമ്മീഷൻ തെളിവെടുപ്പിനെത്തി. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഒരുവിധത്തിലും തടസ്സപ്പെടുന്നില്ലെന്നും മതിയായ പോലീസ് സംരക്ഷണം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും തെളിവെടുപ്പിൽ നിന്ന് ബോധ്യപ്പെട്ടതായി കമ്മീഷൻ അഡ്വക്കേറ്റ് സജി പി എബ്രഹാം പറഞ്ഞു. കമ്മീഷൻ എത്തുന്നതിന് മുമ്പ് സ്കൂളിന്റെ അന്തരീക്ഷം പഴയ നിലയിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചിരുന്നു. ബുധനാഴ്ച ജില്ലാ കളക്ടറടക്കം ചേംബറിൽ നടന്ന ചർച്ചയിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിൽ എത്തിച്ചിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ സുർജിത്ത്, സമരത്തിന് നേതൃത്വം നൽകിയ ജോസ് വള്ളൂർ, കെ വി വിനോദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച ചെയ്ത് സമരം പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഹൈക്കോടതി കമ്മീഷൻ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. സബ് ഇൻസ്പെക്ടർ പോളിസിയിൽ വിലപ്രസന്റാണ്. ശരിയാണോ? അല്ല, ഇവിടെ 4 സബ് ഇൻസ്പെക്ടേഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മധ്യസ്ഥ ശ്രമം നിശ്ചയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത്. കമ്മീഷൻ വരുന്നതറിഞ്ഞ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ടി ബിജു ഭാസ്കർ, ചെറുപ്പ് സിഐ സുന്ദരൻ, മതിലകം എസ്ഐ സി പ്രേമാനന്ദകൃഷ്ണൻ, ചെറുപ്പ് എസ്ഐ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും നിലയുറപ്പിച്ചിരുന്നു. അന്തിക്കാട് പഞ്ചായത്തിലെ നെൽ കർഷകർക്കായി ഫാം സ്കൂൾ സംഘടിപ്പിച്ചു. അന്തിക്കാട് കോൾപ്പടവിന്റെ കുറ്റിപ്പുരയിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ വി വി സുരേഷ്, മേഴ്സി തോമസ്, കെ എസ് അജിത് കുമാർ, ഷിബു കൊല്ലാറ, എ ജെ ജയ്മോൻ, രവി പി ചേടത്ത്, ജ്യോതിരാമൻ എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയിലെ ശാസ്ത്രീയ കൃഷിമുറകളെക്കുറിച്ച് 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ തുടർന്ന് സംഘടിപ്പിക്കും. ഒരാഴ്ചയായി കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ തുടരുന്ന സമരം ഒത്തുതീർപ്പാക്കിയതിലൂടെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ സന്തോഷവാന്മാരായി. 14-ന് PTA യോഗം ചേരാമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം നിർത്തിയത്. വ്യാഴാഴ്ച ക്ലാസ് ആരംഭിച്ചു. 4 വർഷമായിട്ടും PTA യോഗം വിളിക്കാത്തതിലും അന്യായമായ ഫീസ് വർധനവിലും പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ 28 മുതൽ സമരം തുടങ്ങിയത്. തുടക്കത്തിൽ ഒരുമിച്ചാണ് സമരം തുടങ്ങിയതെങ്കിലും പല കാരണങ്ങളാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. സമരത്തിനെതിരെ KPCC ജനറൽ സെക്രട്ടറി MR രാമദാസ് അന്തിക്കാടും തൃശൂരും വ്യത്യസ്ത പത്രസമ്മേളനങ്ങൾ നടത്തുകയും സമരത്തിലെ നേതൃത്വത്തിന്റെ പങ്ക് നിർവഹിച്ച DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു.